കുറച്ച് കടുകൊന്ന് പൊട്ടിച്ച് എടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഗാർലിക്ക് സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ എല്ലാം ഉണ്ട്. ഞാൻ മുളകിന് പകരം വെറുതെ ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് കാന്താരി എടുത്ത് നമ്മുടെ പച്ചമുളകിന് പകരം. സവോള എല്ലാം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ചതിടാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ചെറിയൊരു ചൂടെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ട് ഒന്ന് അരച്ച് നമുക്കെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പനീറാണ്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പനീറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ബാക്കി കറിയും കൂടെ വെക്കുന്നത്. ഇച്ചിരി കുറച്ച് ഓയിലിട്ടു, പിന്നെ 2-3 ഏലക്ക ഇട്ടു, പിന്നെ കുറച്ച് ജീരകം പൊട്ടിച്ചെടുക്കുന്നു. ജീരകം പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് നമ്മൾ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്ത് ഈ മിക്സി ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് ആക്കി ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒന്ന് ചൂടായ സമയത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടിയും കൂടെ കൊടുക്കണം. ഐസല്ല ഇത്, ദിസ് ഈസ് പനീർ. ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് അത്ര മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആ പനീർ ഇനിയും എല്ലാവരും കൂട്ടി നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കുമെന്ന്. എനിവേ എല്ലാം കഴിഞ്ഞു.